ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഒരു വെറൈറ്റി കണ്ടന്റ് കൊണ്ടുവരാന്ന് വിചാരിച്ചു. അതുകൊണ്ടില്ല, ഞങ്ങൾ ഇത്ര നാളായിട്ട് എല്ലാം ഷോർട്സിൽ കിടന്നായിരുന്നു കളിച്ചത്. ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വിചാരിച്ചു നമുക്കൊന്ന് വ്ളോഗ് ചെയ്യാന്ന്. ഗൈസ്, അങ്ങനെ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കുമാണ് നമ്മൾ അനിയും കുട്ടൻ ഇവൻ ഇത്ര നാളായിട്ട് നോമ്പ് എടുത്തിട്ടില്ലെന്ന്. ഇവൻ നോമ്പ് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് ഞാനും സത്യത്തിൽ നോമ്പ് എടുത്തിട്ടില്ല. ഗൈസ്, ഞാൻ ഒരു പ്രാവശ്യം ഒരു നോമ്പ് എടുത്തായിരുന്നു. അത് ഭയങ്കര ഫ്ലോപ്പായി പോയി. ഫ്ലോപ്പായി പോയെന്ന് വെച്ചാൽ ഞാനത് എടുത്തു. പക്ഷെ ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും അറൗണ്ട് ഒരു പകുതി ഒരു 75% കംപ്ലീറ്റ് ആക്കി. പക്ഷെ അവസാനം ആയപ്പോഴത്തേക്കും എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഗൈസ്. അതുകൊണ്ട് അതിന്റെ ഒരു എന്തോന്ന സംഭവം ആ സംഭവമായിട്ട് നമ്മൾ ഈ പ്രാവശ്യം എടുക്കാന്ന് വിചാരിച്ചു ഗൈസ്. അപ്പൊ ഇവനും എന്റെ കൂടെ എടുക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന എന്തുമായിരിക്കും നിന്റെ ഒരു പറ്റുമോ നിന്നെ കൊണ്ട്? പിന്നെ നമ്മൾ പറ്റിയിരിക്കും, അതാണ് ചെറുക്കൻ എന്നെ എടുക്കുന്നൊക്കെ പറയുന്നത്. നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് 20-ാമത്തെ ആണോ 21-ആണോ 21-ാമത്തെ എങ്ങാണ്ടാണ് നോയമ്പ് ഇന്ന്. അപ്പൊ നമുക്ക് നാളത്തെ എടുക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നാളെ രാവിലെ നമ്മൾ നേരത്തെ എണീക്കണം. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളവരടുത്ത് ആ ഒരു മുസ്ലിം റിലീജിയൻസ് ഉള്ളവരായതുകൊണ്ട് നമ്മൾ അവരെ കുറിച്ച് എല്ലായിടത്തും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാ സംഭവം എന്നൊക്കെ. അങ്ങനെ അല്ല നമ്മൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നാളെ രാവിലെ എണീറ്റുള്ള ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങാം ഗൈസ്. അപ്പൊ നാളെ രാവിലത്തേക്കുള്ളത് കാണാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റു ഗൈസ്. ഇനിയിപ്പം നമുക്ക് ഇടയത്തേടം കഴിക്കേണ്ട സമയം ഗൈസ്. ഇവിടെ ഒരുത്തുന്ന കണ്ടോ ഗൈസ്, ഒരുത്തുന്ന എല്ലാം റെഡി ആയിരിക്കും ഗൈസ്. അവൻ നേരത്തെ എണീറ്റ്. എത്ര മണി? 2:30 എണീറ്റ്. ഇപ്പൊ സമയം എത്രയായി? ഇപ്പം 3:30 ആയിട്ടുണ്ട് ഗൈസ്. 3:30 ആയി ഗൈസ്. 3:30 ഇപ്പോഴത്തേക്കും ഞാനിപ്പം ഏകദേശം ഒരു 5-5:15 ആകുമ്പോഴത്തേക്കാണ് വാങ്ങി വിളിക്കുന്നത്. അതിനു മുമ്പേ നമുക്ക് ഇടയത്താഴം കഴിക്കണം. അപ്പോൾ ഞാൻ നേരെ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം ഗൈസ്. അപ്പോൾ നമുക്കിനി ഇടയത്താഴം കഴിക്കുമ്പോൾ കാണാം ഗൈസ്. ഗൈസ്, അങ്ങനെ ഞാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പം നമുക്ക് ഇടയത്താഴം കഴിക്കേണ്ട സമയമാണ് ഗൈസ്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി അടുപ്പിച്ച് ആവാറായി ഗൈസ്. അപ്പോൾ നമുക്ക് ഇടയത്താഴം കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാങ്ക് വിളിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ബാങ്ക് വിളിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇടയത്താഴം എപ്പോഴേ കഴിക്കാം ഗൈസ്. അപ്പോൾ പിന്നെ അതിൽ തോനെ താമസിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് പെട്ടെന്ന് തന്നെ നേരത്തെ എല്ലാം ഒരുക്കി വെക്കാം. അതാകുമ്പോഴത്തേക്കും പിന്നെ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അതാണ്ട് ഇവിടെ നോക്കിയപ്പോൾ ഒരാൾ നേരത്തെ വന്നിരിപ്പുണ്ട്. എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നറിയാവോ? ഞാൻ കാത്തിരിക്കുന്ന സോറിടാ. ഞാൻ അവിടെ കുളിച്ചപ്പോഴേക്കും ഒരു നല്ല ദിവസമല്ലേ ഗൈസ്. അപ്പം നമ്മളെല്ലാം വൃത്തിയോടെ എല്ലാം ചെയ്യണ്ടേ. അതുകൊണ്ട് ഞാൻ പോയി ഒന്ന് കുളിച്ചൊക്കെ ചെയ്ത് ഗൈസ് നല്ലോണം. നീ കുളിച്ചില്ലേ? ഞാനൊക്കെ എപ്പോഴേ കുളിച്ചെന്നറിയാവോ? അവൻ നല്ല വൃത്തിയുള്ളവനാണ് കേസ്. അവൻ രാവിലെ വന്ന് കുളിച്ച് കേസ്. അപ്പം നിനക്ക് ടെൻഷൻ ഉണ്ടോ? ആദ്യമായിട്ട് നോമ്പ് കിടക്കില്ല. അത് നിനക്ക് ടെൻഷൻ ഇല്ലാത്ത ടെൻഷനൊക്കെ ആവാ ഇച്ചിരി. അത് കൊള്ളാം. നിന്നെ കൊണ്ട് സാധിക്കുമോ അതിന് ഇതൊക്കെ? കണ്ടാ മതിയായിരുന്നു. അപ്പൊ കേസ് നമുക്ക് ഇനിയിപ്പോൾ ഇടയത്തേടം കഴിക്കേണ്ട സമയമാണ് കേസ്. ഇനിയിപ്പം ഒരു വിളിക്കാറായിട്ടുണ്ട് കേസ്. അപ്പോൾ നമുക്ക് എപ്പോഴേ വന്ന് ഇടയത്തേടം കഴിക്കാം കേസ്. കേസ് അപ്പോൾ നമ്മൾ ദോശയൊക്കെയാണ് കേസ്. ദോശയും ചമ്മന്തിയാണ് കേസ് കഴിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരാളും വന്നിരിപ്പുണ്ട് കേസ്. അവനങ്ങ് കഴിച്ചോളാൻ വയ്യ കേസ്. കഴിക്കാം. അവന് കഴിച്ചോളാൻ വയ്യ കേസ്. എനിക്ക് തോന്നുന്നില്ല നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിന്നെ കൊണ്ട് നടക്കത്തില്ല. തീർച്ചയായിട്ടും നടക്കും. നടന്നാ കണ്ടാ മതി. എന്തുവല്ലും പടച്ചോ നിന്നെ രക്ഷിക്കട്ടെ അല്ലേ കേസ്. അപ്പം നമുക്ക് ഇടയത്തേടം കഴിക്കാം കേസ്. അപ്പോൾ നമുക്ക് ഇടയത്തേടം എല്ലാം നമ്മൾ ഇനി കഴിഞ്ഞ കേസ്. ഇനി ബാങ്ക് വിളിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം കേസ്. ഇപ്പോൾ ബാങ്ക് വിളിച്ചെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് കേസ്. ആ പള്ളിയിൽ ഏകദേശം ഒരു 5-5:15 ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബാങ്ക് വിളിക്കുന്നതായിരിക്കും അല്ലേ? ബാങ്ക് വിളിക്കത്തില്ലേ? ബാങ്ക് വിളിക്കുന്നതാണ് സാധാരണ. നമ്മൾ രാവിലെയൊക്കെ ഇവിടെ എണീച്ചിരിക്കുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേൾക്കുന്നത്. അപ്പം ഇനി നമ്മൾ ബാങ്ക് വിളിക്കുന്നവരെ വെയിറ്റ് ചെയ്യണം കേസ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇനി 10 മിനിറ്റിനും കൂടെ ഉള്ളിൽ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ബാങ്ക് വിളിക്കും. അപ്പോൾ മുതൽ നമുക്ക് ആ നോമ്പ് നമുക്ക് തുടങ്ങുകയാണ് കേസ്. അപ്പോൾ നമുക്കിനി ബാങ്ക് വിളിക്കുന്നവരെ നമുക്ക് കാത്തിരിക്കാം കേസ്. അപ്പോൾ ഇവിടെ ബാങ്ക് വിളിച്ചിട്ടുണ്ട് കേസ്. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേസ്. അപ്പം നമ്മളുടെ ആ നോമ്പ് വൃതം ഇവിടെ തുടങ്ങുകയാണ് കേസ്. കണ്ടല്ലോ, ഈ വെള്ളമൊന്നും കുടിക്കാനൊന്നും പാടില്ല കേട്ടല്ലോ. അവനറിയാനൊക്കെയാണ് പറയുന്നത് കേസ്. എന്തായാലും ഇപ്പം നമുക്ക് ആ ഒരു വൃതം നോമ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേസ്. ഇനിയിപ്പോൾ നമുക്ക് രാവിലെ ഇച്ചിരി നേരം ഒന്ന് കിടന്ന് ഉറങ്ങാം. രാവിലെ നമ്മൾ എണീറ്റാണ്. ഇനി കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടതിന് ശേഷം നമുക്ക് പിന്നെ നമുക്ക് കാണാം കേസ്. അപ്പോൾ നമുക്കിനി എണീറ്റ് കഴിഞ്ഞിട്ടുള്ളത് ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് ഭയങ്കര ക്ഷീണമായിരുന്നു കേസ്. അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേസ്. ഇപ്പം ഞാനും ഇവനും എണീറ്റതേ ഉള്ളൂ കേസ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2 മണി അടുപ്പിച്ചായിട്ടുണ്ട്. 2 മണിയായില്ലേ? 2 മണി. ഇപ്പം ഭയങ്കര ക്ഷീണമുണ്ട് കേസ്. നമ്മൾ പ്രതീക്ഷിച്ചാണൊക്കെ അല്ല. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ ഭയങ്കര ചൂടായതുകൊണ്ടും ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേസ്. ഭയങ്കര വെയിൽ. നിനക്ക് എങ്ങനെയുണ്ട്? എനിക്ക് പ്രതീക്ഷിച്ച കണക്കല്ല കേസ്. ഭയങ്കര പാടാണ് കേസ്. നമ്മൾ പ്രതീക്ഷിച്ച കണക്കൊന്നും അല്ല.
കാരണം ഭയങ്കരമായിട്ട് ചൂട്. ഭയങ്കര പാടാ. അപ്പൊ അവരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ഈ 30 എണ്ണമൊക്കെ എടുക്കുന്നവരുണ്ടല്ലോ, സമ്മതിച്ചു കൊടുക്കണം. എങ്ങനെയായിരിക്കും? എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇഷ്ടം പോലെ വരും അങ്ങനെയായിരുന്നു എടുക്കുന്നത്. പക്ഷെ അവർക്കൊക്കെ എങ്ങനെയാ ഇപ്പം അവരെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ അവരൊരു പ്രൗഡ് റെസ്പെക്ട്, അത് തന്നെ ഒരു റെസ്പെക്ട് തോന്നുകയാണ്. അവരൊക്കെ 30 എണ്ണം, അത് സ്കൂളിലൊക്കെ വന്നിരുന്നിട്ടൊക്കെ ആയിരുന്നു അവരെടുക്കുന്നത്. എങ്ങനെ എടുക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇപ്പൊ നമ്മൾ ഒരു ദിവസത്തേക്ക് ഇടാൻ തന്നെ നമ്മൾ പെട്ടുപോകുന്നു. ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ അസഹനീയം കേസ്. പിന്നെ എത്ര വയ്യെങ്കിലും കേസ് ഞങ്ങൾ ഇത് ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. അതൊരു വാശിയായിട്ടാണ് എടുക്കുകയാണ് കേസ്. അതത്രേ ഉള്ളു. അപ്പം നമ്മളെ കൊണ്ട് പറ്റും കേസ്. അപ്പൊ അതിനുവേണ്ടി ഇപ്പം ഭയങ്കരമായിട്ട് വിശപ്പൊക്കെ ഒന്ന് വന്നു തുടങ്ങി കേസ്. ഭയങ്കര വിശപ്പ് വരുന്നു. വെയിലിന് വെള്ളം കുടിക്കാതിരിക്കൊണ്ട് ഇച്ചിരി കുഴപ്പമുണ്ട്. എന്നാലും നമ്മള് മറികടക്കും. അത്രേ ഉള്ളു, മറികടന്നിരിക്കും കേസ്. അപ്പൊ നമ്മളിപ്പം നമുക്കൊന്ന് ആ ഒരു വിശപ്പിന്റെ ആ ഒരു മൈൻഡ് സെറ്റ് മാറാൻ വേണ്ടി നമ്മൾ കുറച്ചു നേരം എന്ത് കളിക്കാനൊക്കെ പോവാണ് കേസ്. അപ്പൊ നമുക്ക് കളിക്കാൻ പോവാം കേസ്. അപ്പൊ ഗൈസ് നമ്മള് ഗോലി കളിക്കാൻ പോവാണ്. അപ്പോൾ കേസ് ഞങ്ങളിപ്പം 6:30 ആയിട്ടുണ്ട് കേസ്. ഇപ്പം നമുക്ക് നോമ്പ് മുറിക്കാൻ സമയമായിട്ടുണ്ട് കേസ്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് പിടിച്ച നോമ്പ് ഇപ്പോൾ അങ്ങനെ ഏറ്റവും അവസാനം സക്സസ്ഫുൾ ആയിട്ടുണ്ട് കേസ്. അപ്പം നമുക്ക് ഉടനെ തന്നെ ഇപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇപ്പോൾ ബാങ്ക് പിടിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നോമ്പ് മുറിക്കാൻ പറ്റുന്നതായിരിക്കും കേസ്. അപ്പം ഇത് അടിപൊളിയായിട്ട് നടക്കാൻ സാധിച്ചത് കൊണ്ട് നമ്മൾ ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുന്നു കേസ്. ഞാൻ വളരെയധികം ടയർഡായിപ്പോയി കേസ്. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ടയർഡായി കേസ്. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് വയറ്റിലൊക്കെ ഭയങ്കര എരിച്ചിൽ പോലെയൊക്കെ വന്നു കേസ്. ഭയങ്കര കുഴപ്പമായിരുന്നു. നിങ്ങളെയൊക്കെ സമ്മതിക്കുന്നു കേസ്. ഭയങ്കര തന്നെ കേസ്. 21 ദിവസം അങ്ങാണ്ട, 21ാം ദിവസമാണ് ഇന്ന്. ഞങ്ങൾ എടുത്തത് 21ാമത്തെ ദിവസത്തെ നോമ്പാണ്. അപ്പോൾ 21 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നവരെയൊക്കെ നമുക്കറിയാം. ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ ഇഷ്ടം പോലെ വരും. എല്ലാവരും ഈ 30 നോമ്പും എടുക്കുന്നവരുണ്ട്. അപ്പം അവരൊക്കെ എന്താ പറയുക, ഒരു ബിഗ് സല്യൂട്ട് ഗൈസ്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് എടുത്തത് എങ്ങനെ ഇപ്പം സഫലീകരിക്കാൻ പോവുകയാണ് കേസ് ഏതാനും നിമിഷമുള്ളിൽ. അപ്പം നമുക്ക് ബാങ്ക് വിളിക്കുമ്പം നമുക്ക് മുറിക്കാന്ന് കേസ്. അപ്പം ബാങ്ക് വിളിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് കാത്തിരിക്കാം കേസ്. ബാങ്ക് വിളിച്ചു ഗൈസ്. അപ്പൊ നമുക്ക് നോമ്പ് മുറിക്കാൻ പോവാം ഗൈസ്. ബാങ്ക് വിളിക്കുന്നുണ്ട്. ബാങ്ക് വിളിച്ചു ഗൈസ്. അപ്പൊ നമുക്ക് നേരെ പോയി നോമ്പ് മുറിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അടിപൊളിയായിട്ട് ഞങ്ങൾ 2024 നോമ്പ് മാസത്തെ ഒരു അടിപൊളി ഒരു നോമ്പ് പിടിച്ചു ഗൈസ്. അങ്ങനെ വളരെ സന്തോഷമുണ്ട് ഗൈസ് ഇങ്ങനൊരു നോമ്പ് പിടിക്കാൻ പറ്റിയതിൽ. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഇത്രയും ചൂടുള്ള ടൈമിൽ അടിപൊളിയായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. കിച്ചു ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. പക്ഷെ അവൻ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അവൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്കറിയാം. കാരണം അവൻ നല്ല ആദ്യമായിട്ട് ചെയ്തത്. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് അതിനെക്കുറിച്ച് ഏറെക്കുറെയൊക്കെ അറിയായിരുന്നു ഗൈസ്. പക്ഷെ ഇവന് ആദ്യമായിട്ടാണ് ചെയ്തത്. അപ്പോൾ അവൻ്റെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് അറിയാം. എങ്ങനെ ഉണ്ടായിരുന്നുള്ള? ഭയങ്കര പാടായിരുന്നു. പക്ഷേ പിന്നെ വന്നപ്പോൾ ഞാൻ കുറെയൊക്കെ ഇതായി. പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ അടിപൊളിയാക്കി. ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് എന്തോ എല്ലാവർക്കും ആദ്യമേ തന്നെ നമുക്ക് ഈ അറിയാമല്ലോ, ഇപ്പോൾ ഭയങ്കര ചൂട് കാലമായതുകൊണ്ട് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ദാഹമായിരിക്കും ഭയങ്കരമായിട്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളം കുടിക്കാൻ ഒരു ത്വര വന്നുകൊണ്ടേ ഇരിക്കും നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് പിടിച്ചു വെച്ചില്ലായിരുന്നു കേസ്. എന്തുവായാലും നമുക്ക് ദൈവത്തിന്റെ കൃപ ഉണ്ട്, പടച്ചവന്റെ കൃപ കൊണ്ട് നമുക്ക് എന്തുവാ എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പം ഈ റംദാൻ മാസത്തിൽ തന്നെ നമ്മളെ ഫസ്റ്റ് വ്ലോഗാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേസ്. അപ്പോൾ നിങ്ങളുടെ ഈ സപ്പോർട്ട് നമുക്കൊന്ന് വേണം കേസ്. നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനി ഇടാൻ പറ്റത്തുള്ളൂ. അതാണ് ഞങ്ങളുടെ ഇൻസ്പിറേഷൻസ്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഓരോ കണ്ടന്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.